പക്ഷെ ദുനിയാവിൽ എത്ര കേട്ടാലും എത്ര കണ്ടാലും ദുനിയാവിന്റെ പിന്നാലെ പോകൽ തന്നെയാണ് മനുഷ്യന്റെ വിഷമം. ഈ അടുത്തൊരാളോട് സംസാരിക്കുമ്പോ അബദ്ധത്തിൽ അയാൾ പറഞ്ഞു, നോമ്പ് വരാനായോ? ഞാൻ പറഞ്ഞ നോമ്പ് വരാൻ 1.5 മാസം ഉണ്ട്. എന്താണ്? അല്ല ഒന്നുമില്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്ത് ബുദ്ധിമുട്ട്? അത് ഇയാൾ ഒരു മരുന്നും ചികിത്സയും കൂടെ നടത്തുന്നുണ്ട്. വേറെ രോഗമായിട്ടൊന്നല്ല, തടി കുറക്കാൻ വേണ്ടിയിട്ട് അയാൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു റമദാനിൽ നല്ലതല്ലേ, മരുന്നൊന്നും കഴിച്ചിട്ടെങ്കിൽ തന്നെ മെലിയാൻ നല്ലതാണ്. പക്ഷെ എന്നാൽ ഈ ഷെഡ്യൂൾ ശരിയാവില്ല. ഞാൻ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തടിക്കേണ്ട മനുഷ്യനാണെങ്കിൽ പറയാം നോമ്പായ കുറച്ച് ഇടങ്ങാറായി പോയി, പറയാൻ പാടില്ല. മെലിയേണ്ട മനുഷ്യന് പോലും ചിന്തിക്കുന്ന റമദാൻ കുറച്ച് കടുപ്പായി പോയി. ഈമാനിന്റെ ബലഹീനതയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിശ്ചയമായും അല്ലാഹു തആല നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ലാഹു തആല നോക്കുന്നില്ല. ചില ആളുകൾ തടിച്ച മനുഷ്യന്മാര്, ചില ആളുകൾ മെലിഞ്ഞ മനുഷ്യന്മാര്. പിന്നെയോ അള്ളാന്റെ ഹബീബ് പറയാണ് അല്ലാഹു തആല നിങ്ങളുടെ സമ്പത്തിലേക്ക് നോക്കുന്നില്ല, നിങ്ങളെ സ്വത്തിലേക്കൊന്നും അള്ളാന്റെ ശ്രദ്ധയില്ല. വലാൽവാലിക്കും, നിങ്ങളുടെ നിറത്തിലേക്ക് അല്ലാഹു തആല നോക്കുന്നില്ല. നിങ്ങൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ഒന്നും അള്ളാന്റെ പരിഗണനയിലില്ല. നിങ്ങളെ തറവാടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. ദുനിയാവ് അത് തന്നെയാണ് കാര്യമായ സംഗതി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഈ ജിംനേഷ്യം ഉണ്ടാവും. ജിംനേഷ്യം ഇല്ലേ, എക്സസൈസ് ചെയ്യുന്ന സ്ഥലം. ഞാൻ എക്സസൈസ് ചെയ്യണ്ടെന്ന് പറയുന്ന ആളല്ല, ചെയ്യണം എന്ന് പറയുന്ന ആളാണ്. അത്യാവശ്യം രാവിലെ സുബഹിക്ക് നടക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യം നിലനിർത്തി തരട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ സ്വഹാബികൾ പറയാണ് ശകൗനാ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ ഹബീബായ തങ്ങളോട് ആരോഗ്യപരമായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് അവലാതി പറഞ്ഞു. ക്ഷീണുണ്ട് നബിയെ, ഞങ്ങൾക്ക് ശാരീരികമായ ചെറിയ പ്രയാസങ്ങളുണ്ട്. മുത്തായ തങ്ങളെ മറുപടി അലൈക്കും ബിൻ നസ്ൽ, നിങ്ങൾ നിർബന്ധമായി ഉഷാറാക്കിയിട്ട് നടന്നോ, സ്പീഡിൽ കയ്യെല്ലാം വീശി നടന്നോന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നുബുവത്തിന്റെ നാവ് കൊണ്ടാണ് അങ്ങനെ മറുപടി കിട്ടിയത്. സത്യത്തിൽ നമ്മളെടുത്ത് വന്നിട്ട് ഒരാളാണ് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് നമ്മൾ എന്താ പറയാ, നീ കുറച്ചാടെ ഇരിക്കുന്ന പറയാ, അങ്ങനല്ലേ? നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാൽ നീ ഉഷാറായിട്ട് നടക്കുന്ന പറഞ്ഞാല് അയാൾ ബൈക്ക് പോയി വീണെങ്കിൽ ആട്ടുകാർ പറയില്ലേ എന്ത് മൊയിലാരയാള്, നമ്മളാ പേടിച്ചിട്ടാ പറയാ. പക്ഷെ തങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണത്തിന് ഏറ്റവും നല്ല മറുപടി എന്താ? ഉഷാറായിട്ട് നടക്കലാണ്. ചില ആള് കാലിന് ചെറിയ വേദന വരണ്ട, ഞെക്കി നോക്കാണ് വേദന ഉണ്ടോ, എന്തിന്? പള്ളിയിൽ സ്റ്റൂൾ ഇട്ട് നിസ്കരിക്കാൻ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ പള്ളിയിൽ സ്റ്റൂൾ കണ്ടിട്ടില്ല എന്നാ എന്റെ ഓർമ്മ. പള്ളിയിൽ സ്റ്റൂൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ മാഷാ അല്ലാഹ്, അള്ളാഹു മരണം വരെ എല്ലാവർക്കും നിന്ന് നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ചില ആൾക്ക് ഭയങ്കര വാശിയാണ്. ഇതൊരു പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. ഒരാജിയാർ ഇരുന്നെങ്കിൽ കുടുങ്ങി, ആജിയാർക്ക് ഫുൾ സുന്നത്ത് മരിക്കുന്നവരെയുള്ള ഖിയാമത്ത് നാളെയുള്ള സുന്നത്ത് ഏറ്റവും കിട്ടും. എന്തുകൊണ്ട്? അടുത്ത ആജിയാർക്ക് തോന്നുകയാണ് മൂപ്പര് ഇരുന്നിട്ടല്ല നിസ്കരിക്കുന്നത്, എനക്കെന്താ ഇരുന്നാല്. ഞാന് നമ്മളെ കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് മാലിക് ദീനാർ പള്ളിയിൽ ദർസ് നടത്തുമ്പോ കുറെ കൊല്ലം മുമ്പാണ്, അവിടെ ഖതീബ് മുദരിസായിട്ട് പോയപ്പോ ഒരാളുണ്ട് വെള്ളിയാഴ്ച ഹറമെന്ന് ഹജ്ജിന് പോയിട്ട് വന്ന ആള്. അപ്പൊ ഹറമിനൊരു കസേര ഉണ്ടല്ലോ, അത് അങ്ങനെ കൊണ്ടുവന്ന ആള്. അപ്പൊ അതൊരു അന്നത്തെ ഒരു പുതുമയാണ്. അപ്പൊ ഹറമിലെ കസേര ഏറ്റവും ലാസ്റ്റ് കണ്ടിരുന്നു ഞാൻ, വള്ളിന്റെ മൂലക്ക്. മൂപ്പരാത ഒരു വീശലുണ്ട്, വീശി അങ്ങ് വന്നിട്ട് ഫ്രണ്ടിൽ ഇമാമിന്റെ ബാക്കിൽ ഒരു സൈഡിലിട്ടിട്ട് ഇരുന്ന് നിസ്കരിക്കാണ്. സുബ്ഹാനല്ലാഹ്, ജുമാ നിസ്കാരം അടക്കം ഇരുന്ന് നിസ്കരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പരസ്യമായിട്ട് പറയലൊരു മോശമല്ലേ, ഒരാളെ വഷളാക്കലല്ലേ, ദഅവത്തല്ലേ നമ്മുടെ ലക്ഷ്യം. ഞാൻ അദ്ദേഹത്തെ ജുമാ കഴിഞ്ഞിട്ട് വേദെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ റൂമിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു ആചാര്യ ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് നിസ്കാരം നിന്ന് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അല്ല നിൽക്കണതിന് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നിങ്ങൾ, കാരണം ഇത് വീശി ഉഷാറായിട്ട് നടന്നു വന്നവർ നിൽക്കുന്നതിന് എന്ത് വിഷമോ, ഇരുന്നിരിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ നിസ്കാരം ശരിയാകൂല.
ഫർദ് നിസ്കാരം ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നിട്ട് നിസ്കരിക്കരുത്, നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഞാൻ റൂമൊന്ന് ഒറ്റക്ക് വിളിച്ച് പറഞ്ഞതാ, വഅദ് പറഞ്ഞല്ല. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞെന്തറിയോ, നിങ്ങളെക്കാളും വലിയ ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ മൗലാന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദെന്നല്ല, നിങ്ങളെക്കാളും കുറെ വലിയ മൗലാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല മറുപടി അല്ലേ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സംഗതി നിങ്ങൾ വലിയ വലിയ ഉസ്താദ, ഞാൻ അന്ന് മെലിഞ്ഞൊരു മനുഷ്യനാണ്, ഇത്രയും ഇല്ല, താടിയൊന്നും ഇത്രയും ഇല്ല, നരച്ചിട്ടില്ല എന്തായാലും. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സംഗതി നിങ്ങൾ വലിയ വലിയ ഉസ്താദന്മാരെ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ ഏറ്റവും വന്ന ഖത്തീബുമാരെ കൂടെ ചെറിയൊരു സാധുവാ ഞാൻ. പക്ഷെ ഈ വിഷയം ചിലപ്പോൾ ഇങ്ങോട്ട് ആദ്യമായിട്ട് പറയുന്നത് ഞാനായിരിക്കൂലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിന്നെ കുറെ സംസാരിച്ച് അയാള് പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞങ്ങ് പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അയാൾ നന്നായി. ഞാൻ ആടുന്ന് 5 കൊല്ലം ഉണ്ടായിരുന്നു. 5 കൊല്ലം അയാൾ പള്ളിയിൽ വന്നിട്ടില്ല. 5 കൊല്ലം ഞാൻ അവിടെ 6 നോമ്പ്, 6 റമദാൻ മാസം, 6 കൊല്ലത്തെ റമദാനിൽ ഒരു പള്ളിയിൽ വന്നിട്ടില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഉപദേശം ഫലിക്കൂല. അള്ളാഹു തആല നമ്മളെ അങ്ങനത്തെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. ചെറിയ ഒരു വേദന വരുമ്പോ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളെ കിടത്തുന്ന പണി അള്ളാഹ്ക്ക് അറിയാന്നുള്ളത് ഓർമ്മയിൽ വരാൻ ഞാൻ ഇവിടെ എന്തായാലും ഇരിക്കുന്ന ആളില്ലല്ലോ, ഓൺലൈനിൽ കേൾക്കുന്ന ആളോട് പറയാണ്, നിങ്ങൾ വെറുതെ ഇരിക്കാൻ നിന്നാൽ കിടത്തേണ്ട പണിയും അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് കിടക്കാൻ ആശയുള്ള ആൾ മാത്രമേ ആവശ്യമില്ലാണ്ട് ഇരിക്കേണ്ടതുള്ളൂ. ഒരു പള്ളിയിൽ കുറെ കസേര വന്നല്ലോ, ഒരു കസേര വന്നു. അപ്പൊ മറ്റേയാൾക്ക് തോന്നി അങ്ങനെ കസേര വരുമ്പോ നമ്മൾ ഉസ്താദിനെ പോലത്തെ ഒരു ഉസ്താദ്, നല്ല ഉഷാറുള്ള ഒരു ഉസ്താദാണ്, ഖത്തീബ് ഉസ്താദിട്ടുണ്ടായി. മൂപ്പര് വെള്ളിയാഴ്ച എഴുന്നേറ്റ് പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് സഫ് മൊത്തം ബെഞ്ചാക്കാം. അപ്പൊ ഏകദേശം ആളി മുട്ടുവേദന അതേ പ്രസംഗത്തോട് മാറി എന്നാ കേട്ടത്. കസേര വേണ്ട, കാരണം ബെഞ്ചാക്കാൻ പറയുമ്പോ ഈ ഉഷാറ് കിട്ടൂല. ഞാൻ പറഞ്ഞത് വെറുതെ മനുഷ്യന്മാർ ഇരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ആരോഗ്യം എപ്പോഴും സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുബഹി കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ഉഷാറായിട്ട് നടക്കൽ നല്ലതാണ്. അത്യാവശ്യം ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് പോയി വരിക. ഒരു അരമണിക്കൂർ നടന്നാൽ മതി. 40 മിനിറ്റാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരു അരമണിക്കൂർ നടന്നാൽ ഉസ്താദ്മാർക്കൊക്കെ കിട്ടി ഇജാസത്തല്ല എന്നുണ്ടെങ്കിലൊക്കെ ചൊല്ലി തീർക്കാൻ പറ്റും. ഏത് ശൈഖിനോട് ഇജാസത്ത് വാങ്ങാൻ പുതിയ കാലത്ത് പറയാ, വിലക്ക് മുന്നിടാൻ കഴിയില്ല, നടക്കുമ്പോൾ ചൊല്ലി തീർക്കുക, അത് നല്ലതാ. ഉറക്കില്ലാണ്ട് ചെല്ലാൻ വേണ്ടി പറ്റും. അള്ളാഹു തന്നെ നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ ആത്മീയത പറയാണ്, നമ്മളെ നാട്ടിൽ നിന്ന് കൊളബയിൽ നിന്ന് 2 ആള് അതാ ജിംനേഷ്യത്തിലേക്ക് പോവാണ്. ജിംനേഷ്യത്തിലേക്ക് എന്തിനാ പോകുന്നത്? 2 ആള് പോവാണ്. ഒരാള് നല്ല തടിച്ച മനുഷ്യനാണ്, മറ്റേ ആള് മെലിഞ്ഞ മനുഷ്യനാണ്. തടിച്ച മനുഷ്യന്റെ ദുആ, അല്ലാഹുവേ 2 മാസം ഈ മെഷീന്റെ ബർക്കത്ത് കൊണ്ട് 2 മാസം കൊണ്ട് ഈ മെലിഞ്ഞ മനുഷ്യനെ പോലെ എന്നെ ആക്കിത്തരണേ അല്ലാഹ്. തടിച്ച മനുഷ്യൻ പോകുന്ന ഇയാളെ പോലെ ആകാനാണ്. ഇയാള് കൈ ഉറക്ക വീശിയാൽ കാറ്റടിച്ചാ വീണു പോകുന്ന മനുഷ്യനാണ്. മറ്റേയാൾ അലിഫ് പോലത്തെ മനുഷ്യനാണ്, മെലിഞ്ഞ മനുഷ്യൻ. ഇയാള് ദ്വാരക്കുന്ന അല്ലാഹ്, ഒരു 2 മാസം കൊണ്ട് ഞാൻ ഇയാളെ പോലെ തടിച്ചു ഉഷാറാകണേ അല്ലാഹ്. 2ആൾക്കും പരിശീലനം കൊടുക്കുന്ന ഒരേ പരിശീലകനാണ്, ഒരേ സെന്ററാണ്. ദുനിയാവിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. മെലിഞ്ഞ ആള് വിചാരിക്കുന്ന തടിച്ചു കിട്ടണോന്നാണ്, തടിച്ച ആള് കരുതൊന്നും മെലിഞ്ഞു കിട്ടണോന്നാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളെ രൂപത്തിലേക്ക് അല്ലാഹ് നോക്കുന്നേ ഇല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്